ഓ എന്നോടല്ല ശിവേട്ടനോടാ. വിളിച്ച് പറയണോ? ഓ എന്നാത്തിന് നേരം വെളുത്തു. എനിക്ക് സൈക്കിള് അവളെ കൊണ്ടുവച്ചിണ്ടാവും. ശരിയാക്കി തരാട്ടോ. മണിയാണെങ്കിൽ സൈക്കിൾ തരാൻ പറഞ്ഞപ്പോ തന്നില്ലല്ലോ. ചെക്കനാണെങ്കിലേ വൈകുന്നേരം 4 മണിക്ക് സൈക്കിള് കൊണ്ടമ്പലത്തിന്റെ ബാക്കിൽ പോവാ. ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കുളത്തിലും കൊണ്ടുവിടും. ആ ശിവേട്ടൻ, ഐ തിങ്ക് ഗണപതി ഹാസ് ബീൻ കിഡ്നാപ്ഡ്. അല്ല ഇതാരായത്? ഹലോ ദൈവമേ, സുഖമാണോ? ആ അങ്ങനെയൊക്കെ പോകുന്നു. എന്ത് ചൂടാണ് എൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു. ആ ചൂട് കൂടുവാണെങ്കിൽ ഞാൻ വല്ല തൂണിലോ തുരുമ്പിലോ പോയി ഇരിക്കും. അവിടെ നല്ല തണുപ്പാന്ന്. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? എനിക്ക് വലിയ സുഖമൊന്നുമില്ല. അയ്യോ അതെന്നാന്ന്? വീട്ടിലിരുന്നിരുന്ന് മടുത്ത് എന്തെങ്കിലും ജോലി കിട്ടുമായിരുന്നെങ്കിൽ ലീവ് എടുത്ത് വല്ല ട്രിപ്പും പോയായിരുന്നു. അതൊട്ട് കിട്ടണമല്ലോ. സെറ്റാക്കി തൊട്ടും പരിപാടി കാണിക്കാം കേട്ടോ. റെഡിയാക്കി താൻ വേഗം. വേറെ ആരോട് പറയാനാണെന്ന് പ്ലീസ് പ്ലീസ്. ആ ശരിയാക്കി തരാം. പിന്നെ ഞാൻ കാര്യം കാണാൻ വേണ്ടി മാത്രം വരാമെന്ന് വിചാരിക്കരുത്. അത് പിന്നെ എനിക്കറിയത്തില്ലേ. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരാൻ. ഞാൻ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥനയിടയിൽ മുക്കിക്കളയരുത് പ്ലീസ്. ഞാൻ അങ്ങനെ ചെയ്യൂ. ഓക്കെ ബൈ, സീ യു. അയ്യോ ഡിവോഷണൽ റീൽസ് കാണണോ? കാണാണ്ട് പോണത് ശരിയല്ലല്ലോ. പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല, റീൽസ് എങ്കിലും കാണാം. ചിലപ്പോ ഈ റീൽസ് കണ്ടാ ദൈവം എന്നെ അനുഗ്രഹിച്ചാലോ. ദൈവമേ, ഞാൻ ഭക്തയാട്ടോ, നല്ല ഭക്തയാ. ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള റീൽസ് ഇങ്ങനെ കണ്ടാ ഞാൻ സ്ക്രോൾ ചെയ്യാറേ ഇല്ല കേട്ടോ. ഇതെന്താ തീരാത്തെ? തീരുന്നില്ലേ? ആ തീർന്നു. ഞാൻ റീൽസ് കണ്ടുട്ടോ. എന്നെ അനുഗ്രഹിക്കണേ. എന്നാ പിന്നെ ഞാൻ അടുത്ത റീൽസ് കണ്ടോട്ടെ. ഓക്കെ അല്ലേ? കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് അത് 10 പേർക്ക് ഷെയർ കൂടെ ചെയ്യും. നല്ല ഫുൾ അനുഗ്രഹം എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇനി എന്തൊക്കെ കാണണോ എന്താ. പണിക്ക് പോത്തന്മാർ ആരുടെയും കുറ്റം പറയാൻ ഇരിപ്പുണ്ടല്ലോ. ചേടാ, ഇവനും ലൈൻ സെറ്റ് ആയോ? നമ്മുടെ കൂട്ടത്തിൽ നിനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ലൈൻ സെറ്റ് ആവാത്തെ. നിനക്കൊരു കാര്യം അറിയോ? എന്താണ്? ദൈവം എനിക്ക് വേണ്ടി ഒരുത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെ? ഒന്ന് പോടാർന്ന്. എനിക്കിതല്ലേ ഇവിടെ പണി. നിനക്ക് പെണ്ണിനെ വേണമെങ്കിലേ നീ തന്നെ കണ്ടുപിടിച്ചോണം. ഹേ കൃഷ്ണേട്ടാ, എനിക്കൊരു കൊട്ടേഷൻ ഉണ്ട്. കൊട്ടേഷനോ? അതെ, എനിക്കൊരു ശത്രു സംഹാരം ചെയ്യണം. ആരാ നിന്റെ ശത്രു? എന്റെ കൂട്ടുകാരൻ. കൂട്ടുകാരനോ? എന്താടാ കാര്യം? അവൻ എന്നെ വിളിക്കാതെ പോയി ഷവർമ വന്നേക്കുന്നു. ഇതിനാണോടോ നിന്റെ ശത്രു സംഹാരം? അവനിനി എന്റെ ശത്രുവാ. പിന്നെ ഈ ശത്രു സംഹാരത്തിന് ഭയങ്കര റേറ്റ് ആണല്ലോ. EMI വഴി അടയ്ക്കാൻ പറ്റുമോ? ഈ ശത്രു സംഹാരം എന്തിനാ നടത്തുന്നത് മോൻ അറിയാവോ? അത് ഈ ശത്രുക്കളെയൊക്കെ കൊല്ലാനല്ലേ. ഒന്ന് പോടായിരുന്നു. പിന്നെ എന്നത്തിനാ? അതറിയണമെങ്കിലേ കമന്റ് ബോക്സിൽ ഒരു ലൈക്ക് പോലും വരാത്തൊരു കമന്റ് ഉണ്ട്. അത് വായിച്ചു നോക്കിയാൽ മതി.